ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. എഡ്ഫിൽ ലേണിങ്ങിൻ്റെ എൻലൈറ്റ് എന്ന ഈ ഒരു ഫ്രീ കോഴ്സിലേക്ക് നിങ്ങൾക്കൊക്കെ സ്വാഗതം. 2025 നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എഡ്ഫിൽ ലേണിംഗ് സംഘടിപ്പിക്കുന്ന ഒരു ഫ്രീ കോഴ്സാണ് എൻലൈറ്റ് എന്നുള്ളത്. അപ്പം അതിൽ നമ്മൾ യൂണിറ്റ് 5 മെമ്മറിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെമ്മറിയുടെ ഫസ്റ്റ് പാർട്ടും ഒരു PYQ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മെമ്മറിയുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്: The evolution of the various explanations or models of memory occurring in the following sequence. 2021 നവംബറിൽ ചോദിച്ച ചോദ്യമാണ്. ഏതൊക്കെ ഓപ്ഷന്? മൾട്ടി സ്റ്റോർ, വർക്കിംഗ് മെമ്മറി, ലെവൽ ഓഫ് പ്രോസസ്സിംഗ്, ഇൻ്റർഫിയറൻസ്. സോ നമ്മുടെ മോഡൽസ് ഓഫ് മെമ്മറി എന്നുള്ള ഭാഗത്തു നിന്ന് ചോദിച്ച ചോദ്യമാണ്. ചോദ്യം ചോദിച്ചത് ഒരിക്കലും ഈ മോഡൽ എന്താണെന്നോ ഈ മോഡലിനെ കുറിച്ചോ ഈ മോഡൽ ആരാണ് പ്രൊപ്പോസ് ചെയ്തതെന്നോ ഒന്നും ചോദിച്ചിട്ടില്ല. മറിച്ച് എന്താ ചോദിച്ചത്? അതിൻ്റെ ഇവല്യൂഷൻ ഈ ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട്, ക്രൊണോളജിക്കൽ ഓർഡറിൽ അതിനെന്ത് ചെയ്യുക, മാറ്റാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മളൊരു പക്ഷേ തിയറിയൊക്കെ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ മൾട്ടി സ്റ്റോർ എന്താ നമുക്കറിയാം, അതല്ലെങ്കിൽ അത് ആരാണ് പ്രൊപ്പോസ് ചെയ്ത് നമുക്കറിയാം, വർക്കിംഗ് മെമ്മറിനെ കുറിച്ച് അറിയാം, ലെവൽ ഓഫ് പ്രോസസ്സിംഗ് അറിയാം, ഇൻ്റർഫിയറൻസ് ഒക്കെ അറിയാൻ മതി. പക്ഷേ അതിൻ്റെ വർഷം അതറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മെമ്മറിയാണ്, തിയറി മാത്രം പഠിച്ചാൽ മതി, എന്താണെന്ന് പഠിച്ചാൽ മതി, അത് പ്രപ്പോസ് ചെയ്ത ആൾ പഠിച്ചാൽ മതി എന്നുള്ളത് മാത്രം ഒഴിവാക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഏരിയാസും നമ്മൾ പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ എമർജൻസി ഓഫ് സൈക്കോളജി അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ക്രൊണോളജിക്കൽ ഓർഡറാണ്. അത് നെറ്റ് എക്സാമിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇങ്ങനെ ഈ ഓർഡർ ചോദിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓർഡർ ചോദിച്ചിട്ടാണ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? അറേഞ്ച് ദ ഫോളോയിങ് ഇൻ സീക്വൻസ് ആസ് പെർ അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻസ് മോഡൽ ഓഫ് മെമ്മറി വെൻ ദ ഇൻഫർമേഷൻ ഈസ് പ്രോസസ്ഡ്. ഏതൊക്കെ ഉണ്ട്? ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, എലാബറേറ്ററി യൂസിലുണ്ട്, ലോങ് ടേം മെമ്മറി ഉണ്ട്, അറ്റൻഷൻ ഉണ്ട്, സെൻസറി മെമ്മറി ഉണ്ട്. സോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. മോഡൽസ് ഓഫ് മെമ്മറി. മോഡൽസ് ഓഫ് മെമ്മറിയിൽ യഥാർത്ഥത്തിൽ മൾട്ടി സ്റ്റോർ മോഡലുണ്ട്, വർക്കിംഗ് മെമ്മറി ഉണ്ട്, ലെവൽ ഓഫ് പ്രോസസ്സിംഗ്, ഇൻ്റർഫിയറൻസ് ഉണ്ട്, പാരലൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സിംഗ്, PDP മോഡലുണ്ട്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ യഥാർത്ഥം നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള 4 മോഡൽസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. PDP നമ്മുടെ വെബിനാറുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇനിയും ഒരുപാട് മോഡൽസ് ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യും, ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മുടെ വെബിനാറിൽ ഈ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഏരിയകൾ എന്ത് ചെയ്യും, അതിൽ ഡിസ്കസ് ചെയ്യും. സോ മൾട്ടി സ്റ്റോർ മെമ്മറി, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ. മൾട്ടി സ്റ്റോർ മെമ്മറിക്ക് ഒരുപാട് പേരുകളുണ്ട്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ, മൊഡാൽ മോഡൽ. കാരണം മൊഡാൽ പറയാൻ കാരണം ഇറ്റ് ബിക്കെയിം ദ സ്റ്റാൻഡേർഡ് ഓർ മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് മോഡലായിരുന്നു. മെമ്മറിയുടെ ഏറ്റവും കൂടുതൽ കാലഘട്ട ആളുകൾ സ്വീകരിച്ചു പോകുന്ന ഒരു മോഡലായിരുന്നു ഏത്? മൾട്ടി സ്റ്റോർ അഥവാ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ എന്നുള്ളത്. അത് അല്ലെങ്കിൽ സ്റ്റേജ് മോഡൽ എന്നൊക്കെ അതിനെന്ത് ചെയ്യും, പറയും. ഇറ്റ് ഡിസ്ക്രൈബ് അബൌട്ട് ദ സ്റ്റോറേജ് ഓഫ് മെമ്മറി പ്രോസസ്സിംഗ്. മെമ്മറി പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റോറേജ് ആണ് അത് എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ആരാ? അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ. നമ്മളൊരു പക്ഷേ മെമ്മറിയുടെ ഭാഗത്ത് ഒരുപാട് തവണ നമ്മൾ കേട്ടൊരു പേരായിരിക്കും അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഹെർമൻ എബിംഗസ് എന്നുള്ളത്. സോ ഈ ഒരു പേര് നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ ആദ്യം ഓർമ്മ വരേണ്ടത് ഏതാണ്? മൾട്ടി സ്റ്റോർ മെമ്മറി ഓർ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മെമ്മറി. സോ 1968 അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്റ്റഡീസ് എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്, ഈ മെമ്മറിയായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസ് നടത്തുന്നത്. The computer stores that information on a disk, hard drive, and then the data is retrieved out of the storage as needed. It was also information processing theorist who proposed that there are 3 stages type of memory. ഒന്നുമില്ല, ഇത് യഥാർത്ഥത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടറായിട്ട്. ഹാർഡ് ഡിസ്കിൽ നമ്മൾ ഒരു സാധനം കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, ആവശ്യമുള്ള സമയത്ത് ആ ഫോൾഡർ തുറക്കുന്നു, അത് എടുക്കുന്നു. അത്രയാണ് ഈ ഒരു മെമ്മറി അദ്ദേഹം എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 3 സ്റ്റേജിലൂടെ. അതാണ് സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. ഓക്കെ, നമുക്ക് നോക്കാം. സെൻസറി മെമ്മറി. സെൻസറി മെമ്മറി ഈസ് എ കൈൻഡ് ഓഫ് ഡോർ ഓൺ ടു ദ വേൾഡ്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ലോകത്തേക്ക്, ഈ ഒരു വേൾഡിലേക്ക് ഒരു തുറന്നിട്ടൊരു ഡോർ പോലെ നമ്മൾ ഈ വേൾഡിനെ അറിയുന്നത് യഥാർത്ഥത്തിൽ സെൻസറി മെമ്മറിയിലൂടെയാണ്, അല്ലേ? ഇൻഫർമേഷൻ എൻറ്റേഴ്സ് ദ നെർവസ് സിസ്റ്റം ത്രൂ ദ സെൻസറി സിസ്റ്റം. സെൻസറി സിസ്റ്റത്തിലൂടെ എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭിക്കുന്നു, ഐസ്, ഇയേഴ്സ്, എക്സെട്ര. ടൈപ്പ് ഓഫ് സെൻസറി മെമ്മറി. സെൻസറി മെമ്മറിയുടെ ടൈപ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കേട്ടത് 2 എണ്ണമാണ്, വിഷ്വൽ, ഓഡിറ്ററി. പക്ഷെ അത് മാത്രമല്ല, ഓൾ ഫാക്ടറി ഉണ്ട്, ഗസ്റ്റാറ്ററി ഉണ്ട്, ടാക്ടൈലൊക്കെ ഉണ്ട്. വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ആണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻസറി സിസ്റ്റവും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സെൻസറി മെമ്മറിയിലെ ഐക്കോണിക് മെമ്മറി.
എന്താണ് ഐക്കോണിക് മെമ്മറി എന്നുള്ളത്? വിഷ്വൽ സെൻസറി മെമ്മറി ഈസ് ഓഫൺ കോൾഡ് ഐക്കോണിക് മെമ്മറി. എന്താണ് വിഷ്വൽ സെൻസറി മെമ്മറി? ജോർജ് സ്പെർലിംഗ് അദ്ദേഹം ഇത് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യനിലായിരുന്നാലും അതല്ലാത്ത ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും ജോർജ് സ്പെർലിംഗിന് 1960s നടന്ന സ്റ്റഡി, വിഷ്വൽ മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം കണ്ടെത്തുന്ന ആ സ്റ്റഡിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എക്സ്പെരിമെൻ്റ് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡ്യൂറേഷൻ, അതിൻ്റെ ഡ്യൂറേഷൻ 250 to 500 മില്ലി സെക്കൻഡ്സ് ആണ് സെൻസറി മെമ്മറി അഥവാ ഐക്കോണിക് മെമ്മറിയുടെ ഡ്യൂറേഷൻ എന്നുള്ളത്. മാസ്കിംഗ് എന്ന് പറഞ്ഞൊരു ടേം പറയുന്നുണ്ട്. എന്താണ് ഈ മാസ്കിംഗ് എന്ന് പറഞ്ഞ ടേം? വെൻ എ ന്യൂ വിഷ്വൽ സ്റ്റിമുലസ് ക്വിക്ലി ഫോളോസ് അനദർ ഇറ്റ് വൈപ്സ് ഔട്ട് ദ ഫസ്റ്റ് ഇമേജ് ഫ്രം ദ ഐക്കോണിക് മെമ്മറി. ഐക്കോണിക് മെമ്മറി നമുക്കറിയാം ഏകദേശം 250 മുതൽ 500 മാത്രമേ അതിൻ്റെ മില്ലി സെക്കൻഡ്സ് അതെന്ത് ചെയ്യുള്ളൂ, അതിന് കപ്പാസിറ്റി ഉള്ളൂ, ഡ്യൂറേഷൻ ഉള്ളൂ. സോ മാസ്കിംഗ് എന്ന് പറഞ്ഞാൽ വെൻ എ ന്യൂ ഇൻഫർമേഷൻ സ്റ്റിമുലസ് ക്വിക്ലി ഫോളോസ് അനദർ ഇറ്റ് വൈപ്സ് ഔട്ട് ദ ഫസ്റ്റ് ഇമേജ്. ഐക്കോണിക് മെമ്മറി ലാസ്റ്റ് ബ്രീഫ് ടൈം പീരീഡ്. വാട്ട് ഈസ് യൂസ് ഓഫ് ഇറ്റ്? നമ്മൾ ആലോചിച്ചൊക്കെ വെറും 250 മില്ലി സെക്കൻഡ് മാത്രം നിൽക്കുന്ന ഒരു മെമ്മറിക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ അതിന് ആവശ്യകത എന്ന് ചോദിച്ചാൽ എന്താ നമുക്ക് പറയാൻ പറ്റുക? ഐക്കോണിക് മെമ്മറി ആണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് ഷോർട്ട് മെമ്മറിയിലും വർക്കിംഗ് മെമ്മറിയിലേക്കൊക്കെ. ഐക്കോണിക് മെമ്മറി ഫിൽസ് ദ ഗ്യാപ് സോ വി ഡോണ്ട് സീ ദ വേൾഡ് ആസ് എ സീരീസ് ഓഫ് ബ്രോക്കൺ ഇമേജ്. നമ്മൾ ഈ വേൾഡിൽ ഒരു ബ്രോക്കൺ ഇമേജ് ആയിട്ട് കാണാതിരിക്കാൻ കാരണം യഥാർത്ഥത്തിൽ ഐക്കോണിക് മെമ്മറി അതിൻ്റെ ഗ്യാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഫിൽ ചെയ്ത് പോകുന്നുണ്ട്. ദ എബിലിറ്റി ടു ആക്സസ് വിഷ്വൽ സെൻസറി മെമ്മറി ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, അതാണ് എഡിറ്റിക് ഇമേജറി ഓർ ഫോട്ടോഗ്രാഫിക് മെമ്മറി ഒക്കെ പറയുന്നത്. ഇനി people with eidetic imaginary ability might be able to look quickly at one page in a book, then by focusing on a blank wall or piece of a paper read the words from the image still lingers in their sensory memory. അപ്പോൾ സെൻസറി മെമ്മറി കുറച്ച് ഇതുള്ള ഫോട്ടോഗ്രാഫിക് ഇതൊക്കെ നമ്മൾ പറയും. എന്താണ് ഫോട്ടോഗ്രാഫിക് മെമ്മറി? അതുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്നായിട്ട് വൈറ്റ് ബോർഡിലേക്ക് നമ്മളൊരു ടെക്സ്റ്റിലേക്ക് നോക്കി കുറച്ച് കഴിഞ്ഞിട്ട് വൈറ്റ് ബോർഡിലേക്ക് നോക്കുമ്പോൾ ഈ ടെക്സ്റ്റിലുള്ള കണ്ടന്റ് അവർക്ക് വായിക്കാൻ പറ്റും കുറച്ച് സമയം എന്നുള്ളതാണ്. ഇറ്റ് ഈസ് മോർ കോമൺ ചിൽഡ്രൻ ടു ടെൻസ് ഡിമിനിഷ് ബൈ അഡോളസൻസ് യങ് അഡൾട്ട്. കൂടുതൽ കുട്ടികളിലാണ് അതെന്ത് ചെയ്യുക, കാണപ്പെടുക. നെക്സ്റ്റ് ഇക്കോയിക് മെമ്മറി. ഐക്കോണിക് നമ്മൾ പറഞ്ഞു, അടുത്തത് ഇക്കോയിക് ആണ്. ബ്രീഫ് മെമ്മറി ഓഫ് സംതിങ് എ പേഴ്സൺ ഹാസ് ഹിയർഡ്. കേൾവിയാണ്, ഓഡിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ഇക്കോയിക് മെമ്മറി ഈസ് വാട്ട്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മൾ മലയാളീസ് സംസാരിക്കുകയാണ് എന്ത് നമ്മൾ ചോദിക്കാറുണ്ട് വാട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ കേട്ടത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ് എന്താണെന്ന് ചോദിക്കും. യു മൈറ്റ് ബി റീഡിങ് ഓർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ടെലിവിഷൻ ആൻഡ് യുവർ പാരൻറ്റ് റൂംമേറ്റ് ഓർ ഫ്രണ്ട് വാക്സ് അപ്പ് ആൻഡ് സേസ് സംതിങ് ടു യു. യു സിറ്റ് ദർ ഫോർ എ സെക്കൻഡ് ഓർ ടു ആൻഡ് ദെൻ സേ വാട്ട്? ഹോ യെസ് ഐ ആം റെഡി ടു ഈറ്റ് നൗ. എന്താണെന്ന് ചോദിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ എന്താണെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. സോ അതാണ് എക്സാമ്പിൾ, ഇക്കോയിക് മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾ പറഞ്ഞതാണ്. അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്? 4 seconds. ദ ഡ്യൂറേഷൻ ഓഫ് ഇക്കോയിക് മെമ്മറി ഈസ് 4 seconds. ഓക്കെ, അപ്പം ഐക്കോണിക് ആൻഡ് ഇക്കോയിക് മെമ്മറി ഈ രണ്ട് മെമ്മറികൾ നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യണം. ഇവിടെ കമ്പയർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റിയും ഡ്യൂറേഷനും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കപ്പാസിറ്റിയും ഡ്യൂറേഷനും രണ്ടാണ്. കാരണം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ചിലപ്പം നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഈ ഏരിയയിൽ നിന്ന്. അതുകൊണ്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ഇൻഫർമേഷൻ ക്യാൻ ബി ഹെൽഡ്, ഡ്യൂറേഷനോ ഹൗ ലോങ് ഇറ്റ് ലാസ്റ്റ്. ഈ രണ്ട് സാധനം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഐക്കോണിക് മെമ്മറി എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ളത് അതിനാണ് ഐക്കോണിക് മെമ്മറി. കാരണം എന്താ, ക്യാൻ ഹോൾഡ് എ വോൾ വിഷ്വൽ സീൻ അറ്റ് വൺസ്. അതാണ് ഐക്കോണിക് മെമ്മറിയുടെ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉണ്ടെന്ന് പറയാൻ കാരണം. ഇക്കോയിക് മെമ്മറിയോ ക്യാൻ ഓൺലി ഹോൾഡ് വാട്ട് ക്യാൻ ബി ഹിയർഡ് ഇൻ ദ മൂമെൻറ്റ് ആൻഡ് നാരോ സ്ട്രീം ഓഫ് സൗണ്ട്. സോ കപ്പാസിറ്റി അതിനാണ് കൂടുതൽ, ഐക്കോണിക് മെമ്മറിക്കാണ് കൂടുതൽ. ഇനി ഡ്യൂറേഷൻ എടുത്ത് നോക്കുക, വെരി ഷോർട്ട് അല്ലേ, 1/4 1/2 സെക്കൻഡേ ഉള്ളൂ. ഇവിടെ ലോങ് 2 to 4 സെക്കൻഡ് ഉണ്ട് മൈൻഡിൽ. സോ ഡ്യൂറേഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഐക്കോണിക് മെമ്മറി എന്താണ്, വെരി ഷോർട്ടാണ്. ഇക്കോയിക് മെമ്മറി ലോങ് ആണ്. കപ്പാസിറ്റി എടുക്കുകയാണെങ്കിലോ ലാർജ് കപ്പാസിറ്റി ഉള്ളത് ഐക്കോണിക് ആണ്, ലോ കപ്പാസിറ്റി ഉള്ളത് ഇക്കോയിക് ആണ്. സോ അത് കൺഫ്യൂഷൻ ആവാതെ പഠിക്കാം. ഓക്കെ, ഇനി ഷോർട്ട് ടൈം മെമ്മറി. സെൻസറി മെമ്മറി നമ്മൾ പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സബ് കാര്യങ്ങളും പറഞ്ഞു. ഇനി ഷോർട്ട് ടൈം മെമ്മറി. ഇഫ് ആൻ ഇൻകമിങ് സെൻസറി മെസ്സേജസ് ഈസ് ഇമ്പോർട്ടൻറ്റ് enough to enter consciousness, that message will move from sensory memory to the next stage of memory called short time memory. അടുത്ത സ്റ്റേജ് ഓഫ് മെമ്മറി, സെൻസറി മെമ്മറി കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതാണ് ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്നത്. ഹൗ ഇൻഫർമേഷൻ എൻറ്റേഴ്സ്. സെലക്റ്റീവ് അറ്റൻഷൻ,
ബ്രോഡ് ബെൻസ് ബോട്ടിൽ നെക്ക് തിയറി നമ്മൾ അറിയാം, അതുപോലെ അൺട്രേസ്മെന്റ് അറ്റുനേഷൻ തിയറി, ഇതൊക്കെ അറ്റൻഷൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് മെസ്സേജസ് എത്തുന്നത് എന്നുള്ളത്. ഇനി ലോങ് ടേം മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട് അറ്റ്കിൻസൺ ഷിഫ്രിൻ്റെ മോഡലാണ് നമ്മൾ പറയുന്നത്, അതിൽ അത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ലോങ് ടേം മെമ്മറിയിൽ അറ്റ്കിൻസൺ ഷിഫ്രിൻ്റെ ലോങ് ടേം മെമ്മറിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ്, ഇറ്റ് ഹാസ് ബീൻ കൺസിഡേർഡ് ദ സ്റ്റോർ ഹൗസ് ഓഫ് ആൾ കൈൻഡ് ഓഫ് മെമ്മറീസ്, എല്ലാ ടൈപ്പ് ഓഫ് മെമ്മറീസിൻ്റെ ഒരു സ്റ്റോർ ഹൗസ് ആണ്. യു ക്യാൻ റിമെമ്പർ തിങ്സ് ഫ്രം ലാസ്റ്റ് ഈവനിങ് ടു സിൻസ് യുവർ ചൈൽഡ്ഹുഡ് ഡ്യൂ ടു ദിസ് സിസ്റ്റം ഓഫ് മെമ്മറി. ഈ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് ഇന്നലെ വൈകുന്നേരം കഴിച്ച ഫുഡ് മുതൽ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നടന്ന എക്സ്പീരിയൻസ് വരെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്, ലോങ് ടേം മെമ്മറിയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതാണ് അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ്റെ മോഡൽ എന്തായിരുന്നു ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഓപ്ഷനാണ് ഏത്, മൾട്ടി സ്റ്റോർ മോഡൽ എന്നുള്ളത്, അഥവാ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ എന്നൊക്കെ ഒരുപാട് പേരുകളുണ്ട്. സോ അതിൽ എന്ത് ചെയ്യാണ്, അത് കഴിയാണ്. ഹൗ ഡസ് ഇൻഫർമേഷൻ മൂവ് ഫ്രം വൺ മെമ്മറി സിസ്റ്റം ടു അനദർ അക്കോർഡിംഗ് ടു അറ്റ്കിൻസൺ and Shiffrin, only that information which can grab our attention will move from sensory memory to short term memory, whereas information from short term memory can only be moved to long term memory through elaborative rehearsal, thinking in terms of meaning of the information and relating to already existing information. So അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിദ്ധാന്തം നമ്മളൊന്ന് ബ്രീഫാക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ്റെ മോഡൽസ് പറയുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മോഡൽസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മൾട്ടി സ്റ്റോർ മോഡൽ മെമ്മറി എന്നാണ് ഇത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് എന്നാണ് 1968. അത് നമുക്ക് കിട്ടി. ഇനി ഇത് നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു, നമ്മുടെ ഓപ്ഷന് മൾട്ടി സ്റ്റോർ നമ്മൾ ഡിസ്കസ് ചെയ്തു, വർക്കിംഗ് മെമ്മറി, ലെവൽ ഓഫ് പ്രോസസ്സിങ്, ഇൻ്റർഫിയറൻസ്. ഈ ഒരു 3 ഓപ്ഷനും കൂടെ എന്ത് ചെയ്യാണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അതെന്ത് ചെയ്യും, നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റത്തെ ഓപ്ഷൻ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടു, മൾട്ടി സ്റ്റോർ മെമ്മറി മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 3 ഓപ്ഷനും അതിൻ്റെ ശരിയായിട്ടുള്ള PYQ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. സോ മെമ്മറിയുടെ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാണുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.